അബ്രഹാം ഹിക്സ് പറയുന്നത് 13ാമത്തെ പ്രിൻസിപ്പിളാണ്, വൈബ്രേഷൻ അലൈൻമെന്റ് എന്ന് പറയും. പണത്തിന്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കാൻ പഠിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, പർട്ടിക്കുലർ എമൗണ്ട്, മേ ബി $1,00,000 അല്ലെങ്കിൽ $1,00,000 അല്ലെങ്കിൽ $1,00,000 എത്രയാണെങ്കിലും ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണം യൂസ് ചെയ്യാൻ പറ്റും എന്ന് അറിയുന്ന ആ ഒരു മൊമെന്റിൽ അതിൻ്റെ ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അല്ലേ? പണം നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ട് നമ്മുടെ കാർഡിൽ അത്രയും പണം ഉണ്ടെന്ന് പറയുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഒരു ദിവസം ഏകദേശം ഒരു 65,000 ചിന്തകൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ കൂടുതൽ സമയവും നമ്മൾ ആഗ്രഹിക്കുന്ന ആ പണം എന്താണോ ആ പണത്തിൻ്റെ എനർജി, ആ പണം നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ എന്തായിരിക്കും എനർജി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു എനർജി ലെവൽ, നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും, ഇത് നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ വൈബ്രേഷൻ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മളൊന്ന് അലൈൻ ചെയ്യണം ഈ ഒരു വൈബ്രേഷനുമായിട്ട്, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു എമൗണ്ടിൻ്റെ വൈബ്രേഷനുമായിട്ട് നമ്മളൊന്ന് അലൈൻ ചെയ്ത് നോക്കണം. വൈബ്രേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏത് പട്ടണത്തിലാണോ ആ പട്ടണത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോട്ടൽ ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ പോയി ഒരു കോഫി കഴിച്ചാൽ തീരും എല്ലാ പ്രശ്നവും. അത് ഇത്രയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആ പേടി അങ്ങ് മാറി. സ്വാഭാവികമായിട്ട് ഇത് സ്വാഭാവികമാണ്, കാരണം നമുക്കെല്ലാം കൊച്ചിലേ തൊട്ടുള്ളതാണ് ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ ഇത്രയും തുകയാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കയറാതിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ അവിടുത്തെ തന്നെ ഏറ്റവും നല്ല ഹോട്ടലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ, എന്താണ് അത് കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം ഇത്രയുമാണ് ഇതിൻ്റെ ഒരു മാക്സിമം ഒരു ഇത് വരുന്നത്. പക്ഷെ അത് തരുന്ന ആ ഒരു അബണ്ടൻറ്റ് ഫീലിംഗ് എന്ന് പറയുന്നതാണ് അതിനകത്തെ ഡിഫറൻറ്റ് കിട്ടുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് മണീസ് എനർജി. അത് നമ്മൾ റെവറൻഡ് ഐക്ക് പറയുന്നത് മണീസ് എനർജി എന്നാണ്. പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ദേവി പറഞ്ഞതുപോലെ തന്നെ പണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും പണം സർക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് പണം ചെലവഴിക്കുകയല്ല, പണം സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വെക്കാബുലറി നിങ്ങളിനി മാറ്റണം. അതായത് നമ്മളിങ്ങനെ ഞാൻ എത്ര പൈസ ചിലവാക്കിയെന്ന് എന്ന് വായിൽ വരുമ്പോൾ തന്നെ അതങ്ങ് മാറ്റിയിട്ട് നമ്മളതങ്ങ് സർക്കുലേറ്റ് ചെയ്യുകയാണെന്ന് പറയണം. അതായത് നമ്മൾ ഈ ഒരു പണം പുറത്തേക്ക് ഇറക്കി കഴിയുമ്പോൾ അത് എത്രയോ പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ ലോക്ക് കേടായി എന്ന് പറഞ്ഞാൽ സംഭവം അത് തുറക്കാൻ പറ്റുന്നില്ല. ലോക്ക് സ്മിത്തിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നു. ആദ്യം ഇയാളുടേതായ രീതി പല തവണ നോക്കി, എന്നിട്ടത് തുറന്നില്ല. ലോക്ക് സ്മിത്ത് അത് തുറന്നു. അങ്ങനെ എല്ലാം തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഏകദേശം പുള്ളി അതിന് 150 റിയാൽ പൈസ ചോദിച്ചു. അപ്പോൾ 150 റിയാൽ പുള്ളി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഭയങ്കര വിഷമം. 150 റിയാൽ പോയി, എന്ത് പരിപാടിയായിപ്പോൾ, അത് എന്ത് ചെറിയൊരു മിസ്റ്റേക്കിനകത്താണ് 150 റിയാൽ പോയി. ഞാനിതിങ്ങനെ കുറേ നേരം കേട്ടിരുന്നു. പുള്ളി അതിനകത്ത് ആ ഷിഫ്റ്റ് അങ്ങ് മാറിയിട്ടില്ല പുള്ളിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, പുള്ളി ഇത്തിരി കൂടുതൽ വാങ്ങിച്ചാണ്, ഒരു 19 റിയാലിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ, 100 റിയാൽ പുള്ളി കൂടുതൽ വാങ്ങിച്ചു, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾ നല്ല ശമ്പളമൊക്കെ ഉള്ള ആളാണ്, അയാൾക്ക് പണത്തിനൊന്നും വലിയ പ്രശ്നമുള്ള ആളൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അയാൾ ഇവിടെ വന്നു 150 റിയാൽ വാങ്ങിച്ചിട്ട് പോയി. ആ 150 റിയാൽ ചിലപ്പോൾ അയാൾക്ക് അന്നത്തെ ദിവസം അയാളുടെ കൊച്ചിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പം അത് അയാൾക്ക് ഉപകരിച്ചേക്കും. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് നീഡ് ചിലപ്പോൾ ആ ഒരു 150 റിയാൽ ചിലപ്പം നടന്നിട്ടുണ്ടാവും. അന്ന് ചിലപ്പോൾ ഒരു കച്ചവടവും ഇല്ലാതെ 5 പൈസ ഇല്ലാത്ത ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിളിച്ചത്. അപ്പോൾ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ഒരു 50 റിയാൽ നിങ്ങളുടെ നിന്ന് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടാവാം. ആ രീതി ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പണം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത് മറ്റാർക്കൊക്കെയോ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാലാണ് ഈ പണം സർക്കുലേറ്റ് ചെയ്യുക എന്ന ഒരു തോട്ട് നമുക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ പണം വെറുതെ കളയുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റിൽ ചിലപ്പോൾ നമ്മുടെ ഒരു അബദ്ധം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും ആ പണം അതങ്ങ് സർക്കുലേറ്റ് ചെയ്തു, ആ പണം തിരിച്ച് വരും അല്ലെങ്കിൽ വന്നോളും എന്നുള്ള ഒരു തോട്ട് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അബണ്ടൻറ്റ് ഫീലിംഗ് നമുക്ക് വരും എന്നുള്ളതാണ്. നമ്മൾ പണം പുറത്തേക്ക് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ആ പണം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ നമ്മളിലൂടെ അത് സംഭവിക്കുമ്പോൾ നമുക്കങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്, അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പണം സർക്കുലേറ്റ് ചെയ്യാനായിട്ട് മനോവിഷമം വിചാരിക്കേണ്ട എന്നുള്ളതാണ്. എഗെയിൻ ഞാൻ പറയുന്നത് വെറുതെ പൈസ ഇങ്ങനെ ചെയ്യാന്നുള്ളത്. പക്ഷെ നമുക്കറിയാം ഒരു സിറ്റുവേഷനിൽ ചില ആളുകൾ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അത് അവരിലുണ്ടാക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സൊസൈറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാം. നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ചിലപ്പോൾ നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് നമ്മൾ നല്ല സന്തോഷമായിട്ട് ഡിന്നർ കഴിക്കുമ്പോൾ സെർവ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരിതുപോലെ ഒരു പക്ഷേ നമ്മൾ വീക്കെൻഡ് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ആ വീക്കെൻഡ് അവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു ടിപ്പ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് അത് അത്രയും ടിപ്പ് കൊടുക്കേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ ഇത്രയും ടിപ്പ് കൊടുക്കണമല്ലോ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഒരു നല്ല സർവീസ് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ഒരു സന്തോഷം. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം നമ്മുടെ പിള്ളേരെയും ഇത് പഠിപ്പിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ രാത്രിയിൽ ഞാൻ 12 മണിയായപ്പോൾ ഞാൻ വിളിച്ചിട്ട് നിനക്ക് എന്നാ വേണം, KFC ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ KFC ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ അതിനകത്ത് സ്വിഗ്ഗിയിൽ ടിപ്പ് ഓർഡർ ചെയ്യുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് നോക്കിയിട്ട് ഞാൻ അവൻ്റെ മുമ്പ് വെച്ചാൽ നമുക്ക് കുറച്ച് പൈസ നമുക്ക് കൊടുക്കാം, നിൻ്റെ ബർത്ത്ഡേ അല്ലേ, അയാൾ രാത്രി വരുന്നത്, നമുക്കൊരു 100 റുപ്പീസ് ഇട്ട് കൊടുക്കാം. ഇതിന് KFC ഏതാണ്ട് 300-400 റേഞ്ച് വരും. അപ്പോൾ ഞാനൊരു 100 റുപ്പീസ് ഞാൻ അതിനകത്ത് ടിപ്പ് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തു. മോൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കണം, അതിൻ്റെ കൂടെ തന്നെ സ്വിഗ്ഗിയുടെ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലാതെ തന്നെ കയറി വരുന്നുണ്ട്. അപ്പം അത്രയൊന്നും വരത്തില്ല. അപ്പം നമ്മളൊരു 100 രൂപ നമ്മൾ അതിനകത്തൊരു ടിപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് കൊടുക്കും. രാത്രിയിൽ ഈ മഴയത്ത് ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് തരുമ്പോൾ അവർക്കൊരു 100 റുപ്പീസ് എക്സ്ട്രാ കിട്ടുന്നത് അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓരോരുത്തർക്കും നമുക്ക് പറ്റുന്ന കപ്പാസിറ്റി ജനറസ് ആയിട്ട് നമ്മൾ പെരുമാറുന്നത് എപ്പോഴും നമ്മളിലെ ആ ഒരു വെൽത്ത് കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കും. അല്ലാതെ നമ്മൾ അത്രയും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ട് എല്ലാത്തിനും എന്തിനാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം വരുന്ന പരിപാടി, അത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇഷ്ടം പോലെ പൈസ വരും എന്നുള്ളതാണ്. അപ്പോൾ പണം എന്ന് പറയുന്നത് എപ്പോഴും സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പണം ചെലവഴിക്കുകയല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെപ്പോലെ മറ്റ് ചിലപ്പോൾ നമ്മളത്രയും തന്നെ സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് പ്രയോജനം ഉണ്ടാവുകയും ആ പണം തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരാം, മൾട്ടിപ്പിളായിട്ട് തിരിച്ച് വരട്ടെ എന്ന രീതിയിൽ തന്നെ പോവുക. ഇത് ഞാൻ പറയുന്നത് ചിലപ്പം ഇതേപോലെ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കേണ്ടതുണ്ടാവാം, ചിലപ്പോൾ വണ്ടിക്കിട്ട് ചിലപ്പോൾ ഒരു തട്ട് കിട്ടും, ചിലപ്പോൾ എക്സ്ട്രാ നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരിക, അല്ലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമുക്ക് പൈസ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും കരയാൻ തുടങ്ങരുത്. അയ്യോ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണല്ലോ സംഭവിച്ചത്, അത് ഒഴിവാക്കാമായിരുന്നല്ലോ, അത്രയും പൈസ എനിക്ക് ലാഭിക്കാമായിരുന്നല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണം എവിടെ ലാഭിക്കാൻ പോയാലോ ആ പണം നമ്മളിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ പണം ലാഭിക്കാൻ പോകേണ്ട ആവശ്യമില്ല, പണം ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അതായത് ലാഭം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ലാഭിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അപ്പോഴും ഈ ചെറിയ ലാഭം നോക്കി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അബദ്ധത്തിൽ പോയി ചാടും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ വെൽത്ത് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചെറിയൊരു ദാരിദ്ര്യ സ്വഭാവം ചിലപ്പോൾ നമ്മൾ പുറത്തിയടിക്കും. ഈ കഴിഞ്ഞ തവണ ഖത്തറിലായിരുന്ന സമയത്ത് ഇങ്ങനെ അവിടെ എപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നത് യൂബറിലാണ്. യൂബറിൽ ബുക്ക് ചെയ്തു. അപ്പോൾ എപ്പോഴോ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഏതാ ബുക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു യൂബറാണ്. ഇവിടെ വേറൊരു സാധനമുണ്ട് എന്നാണ് അങ്ങനെ എന്താ പറയുന്ന സാധനമുണ്ട്, അതിനകത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം $5 5 റിയാൽ എങ്ങാണ്ടുള്ളൂ, അത് ഭയങ്കര ചീപ്പറാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വിചാരിച്ചു നോക്കിയേക്കാം എന്ന് വെച്ചാൽ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തു ഇത് ബുക്ക് ചെയ്തു. അപ്പം ശരിയാണ്, സാധാരണ ഓഫീസിൽ പോകുമ്പോൾ $8 8 റിയാലും 10 റിയാലൊക്കെ ആകുമ്പോൾ ഇതാകുമ്പോൾ 5 റിയാലേ കാണിക്കുന്നുള്ളൂ. ഓക്കെ കൊള്ളാം നോക്കട്ടെ എന്ന് വിചാരിച്ചു. ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഓഫീസിൽ സക്സസ്ഫുൾ ആയിട്ട് പോയി ഇറങ്ങി, കൊള്ളാം 5 റിയാൽ കൊടുത്തു, ഫൈൻ. തിരിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അത് തന്നെ വിളിച്ചു. ഇത് വിളിച്ചിട്ട് ഇത് എങ്ങാണ്ടെന്നോടൊക്കെ കറങ്ങി കുറേ സമയം എടുത്തിട്ടാണ് വന്നത്. ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ ടാക്സി ഡ്രൈവർ ഇതിലെങ്ങാണ്ടൊക്കെയോ കൊണ്ടുപോയി അവസാനം വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ യൂബർ കൊടുക്കുന്നേക്കാൾ ഒരു 10 റിയാൽ കൂടുതൽ പുള്ളി കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ സർവീസ് നോക്കി ഇതിനിപ്പോൾ റിട്ടേൺ അടിക്കാൻ എന്തെങ്കിലും വല്ല വഴിയുണ്ടോ, ഞാൻ നോക്കിയിട്ട് ഒരു സാധനവും ഇല്ല, ഒന്നുമില്ല, യാതൊരു വഴിയില്ല, പൈസ പോയി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച അത് പോയി. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ ഞാൻ ഓർത്ത്, ഇതാണ് ഈ പറയുന്നത്, നമ്മൾ ഈ പിന്നെ ഒരു ദാരിദ്ര്യ മൈൻഡ് സെറ്റ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ എനിക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ അറിയാതെ എന്തെങ്കിലും ദാരിദ്ര്യ പരിപാടിക്ക് പോയി അപ്പം തന്നെ എനിക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെവർ ലുക്ക് ഫോർ എ ചീപ്പർ ഓൾട്ടർനേറ്റീവ്, അത് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ചീപ്പറായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ഒരിക്കലും ശ്രമിക്കും. നമ്മൾ ഭയങ്കര പ്രീമിയമാണ്, നമ്മൾ ഭയങ്കര അബണ്ടൻ്റ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ഒരു സർവീസ് നമ്മളൊരു ചീപ്പർ ഓൾട്ടർനേറ്റീവ് നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതെപ്പോഴും അലാശിക്കുന്ന ഒന്നുകിൽ കൂടുതൽ പണം പോയിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ, അതായത് നമുക്ക് എഗെയിൻ പണം പോകുന്നതല്ല, പക്ഷേ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ, ആ ഒരു സർവീസ് നമുക്ക് കിട്ടാതെ വരും എന്നുള്ളതാണ് അതിനകത്തൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ പണം നഷ്ടപ്പെട്ടല്ലോ അല്ലെങ്കിൽ പണം പോയോ അങ്ങനെയുള്ള ഒരു ചിന്തകൾ നമുക്കുണ്ടാവേണ്ട ആവശ്യമില്ല. ക്യാഷ് എന്ന് പറയുന്നത് സർക്കുലേറ്റ് ചെയ്യാനുള്ളത് തന്നെയാണ്, അത് തന്നെയാണ് പണം കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളത് ചിന്തിക്കുക. 15 പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ ഇന്ന് സംസാരിച്ചത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്കിനി അതിനൊരു പ്രാക്ടിക്കൽ സെനാരിയോസിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോഴാണ് ശരിക്കും ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് നോക്കാം.